അമേരിക്കയും അയൽരാജ്യമായ ക്യൂബയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ വീണ്ടും കടുത്ത യുദ്ധപ്രതീതിയിലേക്ക് നീങ്ങുന്നതായാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ രംഗത്ത് നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ക്യൂബയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങിയതോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുമോ എന്ന ആശങ്ക ശക്തമായത്. ക്യൂബൻ നേതൃത്വത്തിനെതിരെ വാഷിംഗ്ടണിൽ നിന്ന് തുടർച്ചയായി ഉയർന്നുവരുന്ന പുതിയ ആരോപണങ്ങൾ വെറും ഒരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു സൈനിക അല്ലെങ്കിൽ സാമ്പത്തിക ഇടപെടലിന്റെ മുന്നോടിയാണെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഭൂതകാലത്ത് മറ്റ് പല വിദേശ രാജ്യങ്ങളിലും സൈനിക ഇടപെടലുകൾ നടത്തുന്നതിന് തൊട്ടു മുൻപ് അമേരിക്കൻ ഭരണകൂടങ്ങൾ സ്വീകരിച്ചിരുന്ന അതേ തന്ത്രങ്ങളാണ് ഇപ്പോൾ ട്രംപ് സർക്കാരും പ്രയോഗിക്കുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. ആസൂത്രിതമായ മാധ്യമ പ്രചാരണങ്ങളിലൂടെയും കടുത്ത ഉപരോധ ഭീഷണികളിലൂടെയും ക്യൂബയെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്താനാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഒരു വിദേശ അധിനിവേശത്തിന് ആവശ്യമായ രാഷ്ട്രീയവും സാമൂഹികവുമായ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനുള്ള വ്യക്തമായ ചുവടുവയ്പ്പുകളാണ് ഇപ്പോൾ അമേരിക്കൻ നയതന്ത്രജ്ഞരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ മറ്റു പല മേഖലകളിലും നേരിടേണ്ടി വന്ന രാഷ്ട്രീയ തിരിച്ചടികൾക്ക് പകരമായി വലിയൊരു വിദേശ നയ വിജയം കൈവരിക്കാനാണ് ഡൊണാൾഡ് ട്രംപും സംഘവും ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് ഒരു വിഭാഗം അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു. ആഭ്യന്തര രാഷ്ട്രീയത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിച്ചു നിർത്താനും ലോകത്തിനു മുന്നിൽ അമേരിക്കയുടെ കരുത്ത് തെളിയിക്കാനും ക്യൂബയേക്കാൾ മികച്ചൊരു ലക്ഷ്യം നിലവിൽ വൈറ്റ് ഹൗസിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ക്യൂബൻ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് ട്രംപ് ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ക്യൂബയ്ക്കെതിരെയുള്ള ഏതൊരു തരത്തിലുള്ള കടുത്ത നീക്കവും അമേരിക്കയ്ക്ക് രാഷ്ട്രീയമായും തന്ത്രപരമായും വലിയ ദോഷം ചെയ്യുമെന്ന കടുത്ത മുന്നറിയിപ്പും ഉയർന്നു വരുന്നുണ്ട്. ക്യൂബയെ പോലൊരു രാജ്യത്തെ അനാവശ്യമായി പ്രകോപിപ്പിക്കുന്നത് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്ന് മാത്രമല്ല, കരീബിയൻ മേഖലയിൽ വലിയൊരു പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്യും. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ആഭ്യന്തരമായി പോലും വലിയ എതിർപ്പുകൾ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ക്യൂബയ്ക്ക് ഇപ്പോഴുമുള്ള വലിയ സ്വാധീനം ട്രംപ് ഭരണകൂടം വിസ്മരിക്കരുത് എന്നാണ് ഭൂരിഭാഗം നയതന്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നത്. ക്യൂബയെ ആക്രമിക്കാനോ സാമ്പത്തികമായി പൂർണ്ണമായി തകർക്കാനോ ശ്രമിച്ചാൽ അത് റഷ്യ, ചൈന തുടങ്ങിയ വൻ ശക്തികളെ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. ലൂസിയാനയ്ക്കും ഫ്ലോറിഡയ്ക്കും തൊട്ടടുത്തുള്ള ഒരു രാജ്യത്ത് ചൈനയുടെയോ റഷ്യയുടെയോ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറും. ക്യൂബയിലെ നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ അമേരിക്ക നടത്തുന്ന ശ്രമങ്ങൾ ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊള്ളാത്തവയാണെന്ന് വിമർശിക്കുന്നവരുമുണ്ട്. പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഉപരോധങ്ങളെ അതിജീവിച്ചു പോരുന്ന രാജ്യമാണ് ക്യൂബ. അതുകൊണ്ട് തന്നെ പുതിയ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ ക്യൂബൻ ജനത പെട്ടെന്ന് കീഴടങ്ങുമെന്ന് കരുതുന്നത് തികഞ്ഞ രാഷ്ട്രീയ വിഡ്ഢിത്തമായിരിക്കും. കടുത്ത പ്രതിസന്ധികളിലും തങ്ങളുടെ സോഷ്യലിസ്റ്റ് ഭരണകൂടത്തോട് കൂറു പുലർത്തുന്നവരാണ് അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളും. അമേരിക്കൻ സൈന്യത്തിലെ മുൻകാല ഉദ്യോഗസ്ഥരും മുതിർന്ന കമാൻഡോകളും പോലും ട്രംപിന്റെ ഈ പുതിയ നീക്കത്തെ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ക്യൂബൻ മണ്ണിൽ ഒരു യുദ്ധത്തിന് മുതിർന്നാൽ അത് വിയറ്റ്നാം അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ പോലുള്ള മറ്റൊരു നീണ്ട യുദ്ധക്കയമായി മാറുമെന്ന് ഇവർ മുന്നറിയിപ്പ് നൽകുന്നു. ഒളിപ്പോരിലും പ്രതിരോധത്തിലും അതീവ വിദഗ്ധരായ ക്യൂബൻ സേനയെ നേരിടുന്നത് അമേരിക്കൻ സൈനികരുടെ വലിയ തോതിലുള്ള ജീവഹാനിക്ക് കാരണമായേക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയുടെ ചരിത്രം പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെങ്കിലും ട്രംപിന്റെ രണ്ടാം വരവോടെ ഇത് പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒബാമ ഭരണകൂടത്തിന്റെ കാലത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ച നയതന്ത്രപരമായ നേരിയ പുരോഗതികളെല്ലാം പൂർണ്ണമായും തകിടം മറിക്കുന്ന നയങ്ങളാണ് പിന്നീട് വന്ന റിപ്പബ്ലിക്കൻ സർക്കാരുകൾ സ്വീകരിച്ചത്. ഈ പുതിയ നീക്കങ്ങൾ രണ്ട് അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനലുകൾ പൂർണ്ണമായും അടയ്ക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുന്നു. ക്യൂബയ്ക്കെതിരെ അമേരിക്ക ഇപ്പോൾ ഉന്നയിക്കുന്ന പുതിയ ആരോപണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ എത്രത്തോളം വിലപ്പോകുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പല അമേരിക്കൻ സഖ്യകക്ഷികളും ക്യൂബയുമായി നല്ലൊരു സാമ്പത്തിക വ്യാപാര ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അമേരിക്ക ക്യൂബയ്ക്കെതിരെ ഒരു ഏകപക്ഷീയമായ സൈനിക നീക്കത്തിന് മുതിർന്നാൽ അത് പാശ്ചാത്യ സഖ്യത്തിൽ തന്നെ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ കാരണമായേക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പ്രകോപനപരമായ നയങ്ങൾ കരീബിയൻ കടലിലെ കപ്പൽ ഗതാഗതത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും ബാധിക്കുമെന്ന ആശങ്കയും ശക്തമാണ്.
ഫ്ലോറിഡ തീരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയായതിനാൽ ഇവിടുത്തെ നേരിയ അസ്വസ്ഥതകൾ പോലും ആഗോള എണ്ണ വിപണിയെയും വിതരണ ശൃംഖലകളെയും ബാധിച്ചേക്കാം. സാമ്പത്തിക അസ്ഥിരത നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മറ്റൊരു യുദ്ധ സാഹചര്യം സൃഷ്ടിക്കുന്നത് ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും. ക്യൂബൻ വംശജരായ വലിയൊരു ജനവിഭാഗം അമേരിക്കയിലെ ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നുണ്ട്. ഇവരുടെ വോട്ടുകൾ ലക്ഷ്യം വെച്ചുള്ള ആഭ്യന്തര രാഷ്ട്രീയ നാടകങ്ങളുടെ ഭാഗമാണ് ട്രംപിന്റെ ഈ കടുത്ത നിലപാടുകളെന്ന് കരുതുന്നവരും കുറവല്ല. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മേധാവിത്വം നേടാൻ വേണ്ടി വിദേശ നയങ്ങളെ ഉപകരണമാക്കുന്നത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ കാര്യമല്ലെങ്കിലും അത് വലിയൊരു ജനതയുടെ നിലനിൽപ്പിനെ ബാധിക്കുമ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഈ കടുത്ത നീക്കങ്ങളോട് ക്യൂബൻ ഭരണകൂടം വളരെ തന്ത്രപരവും അതേസമയം ശക്തവുമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അമേരിക്കയുടെ ഏത് തരത്തിലുള്ള അധിനിവേശ ശ്രമങ്ങളെയും പ്രതിരോധിക്കാൻ രാജ്യം സന്നദ്ധമാണെന്ന് ക്യൂബൻ പ്രസിഡന്റും മറ്റു മുതിർന്ന നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കൈവയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഹവാനയിലുള്ള ഭരണകൂടം. അന്താരാഷ്ട്ര വേദികളിൽ അമേരിക്കയുടെ ഈ നീക്കങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള നയതന്ത്ര പ്രതിരോധം തീർക്കാൻ ക്യൂബ ഇതിനകം തന്നെ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള വേദികളിൽ അമേരിക്കൻ ഉപരോധങ്ങൾക്കെതിരെ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ക്യൂബൻ നയതന്ത്രജ്ഞർക്ക് സാധിക്കുന്നുണ്ട്. ഭൂരിഭാഗം വികസ്വര രാജ്യങ്ങളും അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ സമ്മർദ്ദ തന്ത്രങ്ങളെ വെറുപ്പോടെയാണ് കാണുന്നത്. വരും ദിവസങ്ങളിൽ വൈറ്റ് ഹൗസിന്റെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാകുക എന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയുടെ ഭാവി. സാമ്പത്തിക ഉപരോധങ്ങൾ കൂടുതൽ കർശനമാക്കാനോ അതോ അതിർത്തികളിൽ നാവിക ഉപരോധം ഏർപ്പെടുത്താനോ അമേരിക്ക തുനിഞ്ഞാൽ അത് സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാക്കും. ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയൊരു യുദ്ധത്തിലേക്ക് വഴിമാറാവുന്ന അതീവ സങ്കീർണമായ അവസ്ഥയിലാണ് നിലവിൽ കരീബിയൻ മേഖല. ക്യൂബയെ ശ്വാസം മുട്ടിക്കാമെന്ന അമേരിക്കയുടെ അമിത ആത്മവിശ്വാസം അവർക്ക് തന്നെ തിരിച്ചടിയാകാനുള്ള സാധ്യതകളാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രകടമാകുന്നത്. ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രവും ക്യൂബയ്ക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ കേവലം ഒരു താൽക്കാലിക രാഷ്ട്രീയ വിജയത്തിനു വേണ്ടി ട്രംപ് ഭരണകൂടം നടത്തുന്ന കളികൾ പരാജയത്തിലേക്ക് കലാശിച്ചേക്കാം. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വലിയ നയതന്ത്ര പോരാട്ടത്തിനാണ് കരീബിയൻ മണ്ണിൽ ഇപ്പോൾ വേദിയൊരുങ്ങുന്നത്.